ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം എക്സ്കോൺ 2025 കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബ്കാറ്റിൻ്റെ പവലിയനിലാണ്. ഇപ്പോൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കോമ്പാക്ട് എക്സ്കവേറ്റേഴ്സ് ആണ്. ഇപ്പോൾ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ വിപണിയിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കോമ്പാക്ട് എക്സ്കവേറ്റേഴ്സ് കാറ്റഗറി നോക്കുവാണെങ്കിൽ ബോബ്കാറ്റ് മാർക്കറ്റ് ലീഡർ തന്നെയാണല്ലേ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ബാക്കലോഡേഴ്സും അല്ലെങ്കിൽ പവർ സൊല്യൂഷൻസും അല്ലെങ്കിൽ ജെന്യൂൻ ഓയിൽസും പാർട്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. നമുക്കിപ്പം ഒരറ്റം മുതൽ അങ്ങ് തുടങ്ങാമല്ലേ. കാരണം കുറേ അധികം മെഷീൻസ് ഉണ്ട്, പുതിയ പുതിയ മെഷീൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേയിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോബ്കാറ്റ് 2007 മുതലാണ് നമ്മുടെ ഇന്ത്യയിൽ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പം മുതലേ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ എസ്പെഷ്യലി ബാക്കലോഡേഴ്സൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യം ശ്രദ്ധ പോയൊരു പ്രൊഡക്റ്റാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്കിഡ് സ്റ്റീർ ലോഡറാണ് കേട്ടോ. അതായത് ചെറിയ സ്പേസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ലിഫ്റ്റിൽ വേണമെങ്കിൽ കയറ്റിക്കൊണ്ടാകും. അതുപോലെ വളരെ കോമ്പാക്റ്റ് ആയിട്ടും ഒരുപാട് യൂസേഴ്സ് ഉള്ളൊരു മോഡലാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണിത്. ഇത് കൂടാതെ പല മോഡൽസും ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ പറയുക, കുറേ ബാക്കലോഡേഴ്സ് മെഷീൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് പെർഫോമൻസ്, ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ എനിക്ക് അട്രാക്ഷൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിഡ് സ്റ്റീർ ലോഡർ ഉണ്ടായിരുന്നു. അത് റിമോട്ട് കൺട്രോൾ ത്രൂ ഓപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പുതുമയായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ കാണുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ പാർട്സ് അവൈലബിലിറ്റി, അല്ലെങ്കിൽ ഇവിടെ ബൾക്കായിട്ട് ഓയിൽസും ഗ്രീഡ്സും ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് വന്നിട്ട് ഇവിടെ ഗ്രാൻഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സൈഡിലും ഓരോ ടൈപ്പ് ഓഫ്, ഇപ്പോൾ ഒരു സൈഡിൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻ്റ് ഉണ്ട്, ഒരു സൈഡിൽ പവർ സൊല്യൂഷൻസ് ഉണ്ട്, ഒരു സൈഡിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അടുത്ത പ്രൊഡക്ട്സ് നമുക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നമുക്ക് ഓൾറെഡി വിപണിയിലുള്ളതാണ്. അതായത് കോമ്പാക്ട് എക്സ്കവേറ്റേഴ്സ് ആണ്. E37 ഉണ്ട്, E27 ഉണ്ട്, ഓൾറെഡി നമ്മുടെ വിപണിയിലുള്ളതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, E88 R2 സീരീസ്. അതായത് ഇത് ഏറ്റവും പുതിയ അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്കവേറ്റർ ആണ്. കാണുമ്പോഴത്തേക്കും അറിയാം ഇത് എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. 100% ചെന്നൈയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പം നോക്കുവാണെങ്കിൽ ബോബ്കാറ്റിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇത്. കൂടാതെ ഇത് കൂടുതൽ എക്സ്പോർട്ടിംഗ് ടു നോർത്ത് അമേരിക്കയിലേക്കാണ് ശരിക്കും എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. സോ നമുക്കിതിന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡലൂടെയാണ്. ഇനി ഞാൻ ഈ സ്റ്റാളിലെ മെയിൻ അട്രാക്ഷൻ പാർട്ട് പറഞ്ഞുതരാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കോമ്പാക്ട് എക്സ്കവേറ്റർ കാറ്റഗറിയിലേക്ക് 3ഓളം പുതിയ മോഡൽസ് ബോബ്കാറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലെ ഹൈലൈറ്റ് കാര്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി മിനി എക്സ്കവേറ്റർ ആണ്. ഈ കാണുന്ന എല്ലാം തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, കോമ്പാക്ട് എക്സ്കവേറ്റർ കാറ്റഗറിയിൽ ബോബ്കാറ്റ് ഇപ്പം മാർക്കറ്റ് ലീഡർ തന്നെയാണല്ലേ. സോ ഈ കാണുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മുടെ നീഡ്സിന് അനുസരിച്ചിട്ട്, അതായത് പ്രത്യേകിച്ച് കേരള മാർക്കറ്റിന് ആപ്റ്റ് ആവുന്ന വിധമുള്ള ബഡ്ജറ്റ് മോഡൽസ് ആണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഈ കാണുന്നത് 210 കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള E18Z മിനി എക്സ്കവേറ്റർ മോഡലാണ്. ചെറിയ സ്പേസുകളിലേക്കൊക്കെ കയറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി ലാൻഡ്സ്കേപ്പ് വർക്കിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള മോഡലാണിത്. പിന്നെ ഈ ഒരു മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1880 kg ആണ് കേട്ടോ. പവർ നോക്കി കഴിഞ്ഞാൽ ഒരു 19 HP പവർ ഉൽപ്പാദിപ്പിക്കുന്ന കരുത്തിട്ട് ഒരു എഞ്ചിനും ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ E33Z എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ. ഒരു 310 to 3.10 കാറ്റഗറിയിലേക്ക് വരുന്നൊരു മോഡലാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓൾസോ നിലവിലുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ കട്ടിംഗ് പവർ കൂടുതലുള്ള മോഡലൂടെയാണ് കേട്ടോ. കാരണം നമ്മുടെ വിപണിയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് പോകുന്നുണ്ട്. കറക്റ്റ് ആപ്ലിക്കേഷൻസിന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പ്രൊഡക്റ്റ് കൂടിയാണിത്. ഈ ഒരു മെഷീൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്യുക. അതായത് ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് 3880 കിലോ ആണ് കേട്ടോ. എഞ്ചിൻ പവർ 18.2 കിലോവാട്ട് കൊണ്ട് പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതേപോലെ ഡിഗിങ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ 3.1 മീറ്ററിലാണ് വരുന്നത്. ശരിക്കും ബെസ്റ്റ് പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുങ്ങിയ പ്ലേസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് വെച്ചാൽ 0 ടെയിലാണ്. ഇപ്പം സാധാരണ ഇപ്പം മെഷീനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി പാർട്ട് നല്ല രീതിയിൽ കൂടുതലാണ്. പൊതുവേ ഈ ഒരു 0 ടെയിൽ വരുമ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി പാർട്ടൊക്കെ വല്ലാതെ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിന് ആ ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട്. അടുത്ത ഈ ഒരു മെഷീൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 to 2.5 ലിറ്ററോളം ആണ് കേട്ടോ ഫ്യൂൽ കൺസപ്ഷൻ വരുന്നത്. പിന്നെ വളരെ ഓപ്പറേറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിപ്പോൾ നമുക്ക് ജോയ്സ്റ്റിക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നല്ലൊരു 7 ഇഞ്ചിൻ്റെ ഉള്ള ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൂടെ എന്തായാലും ഈ ഒരു മെഷീനിൽ ആഡ് ഓൺ ആണ്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു കാറ്റഗറിയിൽ വാങ്ങാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇത്. അടുത്തത് E53 കോമ്പാക്ട് എക്സ്കവേറ്റർ ആണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കലോഡർ ചെയ്യുന്ന അതേ വർക്കുകളൊക്കെ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള മെഷീനാണ്.
ബാക്കോനേക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. അതേപോലെ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി നോക്കി കഴിഞ്ഞാൽ 5.25 ടൺ കപ്പാസിറ്റി ഉണ്ട്. 3.25 മീറ്ററോളം ഡെപ്തിൽ ഡിഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മോഡലാണ്. അതേപോലെ AC ക്യാബിനാണ് വരുന്നത്. ഒരു ഫ്യൂൽ കൺസപ്ഷൻ നോക്കി കഴിഞ്ഞാൽ 3.5 ലിറ്ററോളം ആണ് ഫ്യൂൽ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ പെർ ഹവറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം, നമ്മൾ ബാക്ക് ലോഡർ നമ്മൾ ഒരുപാട് വീഡിയോസ് കസ്റ്റമർ ഫീഡ്ബാക്ക് ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ടും റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് ഡിസ്പ്ലേയിലുള്ളത് B900 എക്സ്ട്രയും അൾട്രയാണ്. എക്സ്ട്രയിലേക്ക് വരുമ്പോഴത്തേക്കും 2 വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണെന്ന് അറിയാമല്ലോ, കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ തന്നെ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ബൂം ലെങ്ത് ഉള്ളൊരു മോഡലാണിത്. അതുപോലെ തന്നെ തൊട്ടപ്പുറം അൾട്ര ഉണ്ട്, 4x4 സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ റഫ് ടെറൈൻസിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ഈ കാണുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ B730 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് M സീരീസ്. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ആണ്, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ഫ്യൂച്ചറിലേക്ക് വരുന്ന ഒരു മോഡലാണ്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രയും എക്സ്ട്രയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ആപ്റ്റ് ആയിട്ടുള്ള മോഡൽ. ഇനി നമുക്ക് E37 ഒരു കസ്റ്റമറെ പരിചയപ്പെട്ടാലോ. ഹായ് സുജീഷ്, നമ്മുടെ ജയ്ഗുരു ലൂപ്പിന്റെ ഓണറാണ് കേട്ടോ. എന്താ ശരിക്കും ഈ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷന് ആവശ്യമുള്ള മാൻ, മെഷീൻ, മെറ്റീരിയൽ, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, ഇതിനെ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സർവീസാണ് ജയ്ഗുരു ലൂപ്പ്. ഓക്കെ, അതിലാണ് ശരിക്കും അല്ലേ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. എത്ര പ്രോഡക്റ്റുകളുണ്ട്? ഇപ്പം നിലവിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ E37 അൾട്ര എന്ന് പറഞ്ഞ മെഷീൻ ഞാൻ കഴിഞ്ഞ മാസം മേടിച്ചു. ഓക്കെ, അപ്പോൾ ഈ സെയിം മെഷീൻ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിൽ ഈ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ ഒരാൾക്ക് അവർക്ക് പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കത് റെൻ്റൽ ബേസിലും മറ്റുള്ളവർക്കാണെങ്കിലും ഒക്കെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള സർവീസാണ് ജയ്ഗുരു ലൂപ്പിൽ ഉണ്ടാവുക. ഇത് നമ്മുടെ ഫസ്റ്റ് മെഷീനാണ്. ലൂപ്പിന്റെ ബേസിലുള്ള ഫസ്റ്റ് ആപ്ലിക്കേഷൻ ബേസ് നോക്കുമ്പോൾ ഹെൽപ്ഫുൾ ആണ്. എങ്ങനെയാ ആപ്ലിക്കേഷൻ ബേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് ബക്കറ്റിനേക്കാളും കൂടുതൽ യൂട്ടിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മരങ്ങൾ മാറ്റിയിടാനും ഈ സ്ക്രാപ്പിൻ്റെ കമ്പി ചുറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാനും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബിൽഡിംഗ് വേസ്റ്റ്, മറ്റുള്ള കരിങ്കല്ല്, ഇപ്പോൾ മണ്ണും കരിങ്കല്ല് തമ്മിൽ മിക്സ് ആണ്, ഇത് വെച്ച് നമുക്ക് പറക്കി എടുത്ത് മാറ്റിയിടാൻ പറ്റും. അപ്പോൾ അതുപോലെ ഈ അറ്റാച്ച്മെന്റ് ഭയങ്കര യൂസ്ഫുൾ ആണ്. താങ്ക് യു. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ബോബ്കാറ്റിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ട്. നമുക്കറിയാം, കുറച്ച് വർഷം കൊണ്ട് തന്നെ വളരെയധികം ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പല പല കാറ്റഗറിയിൽ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഓൾ ഇന്ത്യ ഹെഡ് ഉണ്ട്, മിസ്റ്റർ അനീഷ് സർ. നമ്മുടെ കേരളത്തിൻ്റെ ഓവറോൾ എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ? നമുക്ക് കേരളം നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മിനി എക്സ്കവേറ്റർ സെഗ്മെൻറ്റിൽ. നമുക്ക് ബോബ്കാറ്റിൻ്റെ നിങ്ങൾ പ്രൊഡക്റ്റ് റേഞ്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മിനി എക്സ്കവേറ്റേഴ്സ് ഉണ്ട്, ബാക്കോ ലോഡേഴ്സ് ഉണ്ട്, സ്കിഡ് ഷിയർ ലോഡേഴ്സ് ഉണ്ട്. സ്കിഡ് ഷിയർ ലോഡേഴ്സ് ഓഫ് കോഴ്സ് നമ്മളാണ് മാർക്കറ്റ് ലീഡർ. ബട്ട് ഇഫ് യു സീ ദ മാർക്കറ്റ് ഇൻ കേരള വളരെ ചെറിയ മാർക്കറ്റാണ്. ഏകദേശം ഒരു ഇയർലി മാർക്കറ്റ് എന്ന് പറയുന്നത് 50 അല്ലെങ്കിൽ 60 മെഷീൻസിൻ്റെ മുകളിൽ നമുക്ക് കേരളത്തിൽ സ്കിഡ് ഷിയർ ലോഡർ മാർക്കറ്റില്ല. നമ്മുടെ മേജർ ഫോക്കസ് നമ്മൾ മിനി എക്സ്കവേറ്ററിലാണ്. മിനി എക്സ്കവേറ്ററിൽ നമ്മൾ നിറയെ പ്രോഡക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോബ്കാറ്റ് റേഞ്ചിൽ പറയുകയാണെങ്കിൽ E37 അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന മോഡൽ. 3.7 ടൺ. അത് കഴിഞ്ഞാൽ നമുക്ക് 2.7 ഉണ്ട്. പിന്നെ നമ്മൾ പുതിയ റേഞ്ച് ഏറ്റവും നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമ്മുടെ എർത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ് ബ്രാൻഡിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ E37 മറ്റുള്ള റേഞ്ച് എല്ലാം നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മിഡ് റേഞ്ചിൽ എല്ലാ കസ്റ്റമേഴ്സിനും അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മോഡൽസാണ് E37. അതിൽ നമുക്ക് E18 അവൈലബിൾ ആണ്, 33 അവൈലബിൾ ആണ്, 53 അവൈലബിൾ ആണ്. ഇത്രയും 3 മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. സ്കിഡ് ഷിയർ ലോഡർ നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മുടെ ഒരു ഫാസ്റ്റസ്റ്റ് സെല്ലിംഗ് മോഡൽ എന്ന് പറയുന്നത് S450 ആണ്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കേരള ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് 2 ഡീലറാണുള്ളത്. സൗത്തിൽ നമുക്ക് ന്യൂ കോമറ്റ് എന്ന് പറഞ്ഞ ഡീലറുണ്ട്, നോർത്തിൽ നമുക്ക് കെമാക് എന്ന് പറഞ്ഞ ഡീലറുണ്ട്. 2 ഡീലേഴ്സ് ഉണ്ട്. അവർ എക്സ്ട്രീമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് ഡീലേഴ്സിന് ബന്ധപ്പെടാം. പിന്നെ നമ്മൾ റെഡി വിത്ത് ഓൾ നമ്മൾ എന്താ പറയുക ഡെമോ മെഷീൻസും എല്ലാം റെഡിയാണ്. ഏതെങ്കിലും കസ്റ്റമേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ദേ ക്യാൻ കം ആൻഡ് ട്രൈ അവർ മെഷീൻ. താങ്ക് യു സർ. അതേപോലെ ഇപ്പം സർവീസ് പാർട്ട് നമുക്ക് എപ്പോഴും ഇപ്പം കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. അതിപ്പം നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. സർവീസിൻ്റെ കാര്യത്തിൽ യെസ്, ഞാൻ പറയുന്നത് സർവീസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് 100% കസ്റ്റമേഴ്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ലിമിറ്റിൽ നമ്മുടെ രീതിയിൽ പ്രൊഡക്ട്സ് ബ്രേക്ക് ഡൗൺ ഇല്ലാതെ
എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മുടെ 2 ഡീലറും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ പറയാം ഡീലേഴ്സിന് മാത്രം കഴിയത്തില്ലല്ലോ, നമ്മൾ സപ്പോർട്ട് ഓഫ് കോഴ്സ് കമ്പനി സപ്പോർട്ട് ചെയ്യണം. അതിന് എത്ര രീതിയിൽ ബാക്കപ്പ് കൊടുക്കാൻ പറ്റുമോ നമ്മുടേതായ മാൻ പവർ സർവീസിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും നമുക്ക് കേരളത്തിലുണ്ട്. കാരണം അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ് കേരള. കാരണം ബോബ്കാറ്റ് ഹയസ്റ്റ് നമ്പേഴ്സ് മിനി എക്സ്കവേറ്റർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് കേരളമാണ്. സോ നമ്മൾ ഓൾവേസ് നമ്മൾ ദ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് കേരളത്തിലാണ്. സോ ഓൾവേസ് വി ലവ് കേരള മാർക്കറ്റ്. ആസ് എ ഡീലർ സൈഡ് എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക്? കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ അനീഷർ പറഞ്ഞ പോലെയാണ്. വി ഹാവ് എ പ്രീമിയം സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. അവർ 37 മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ദേ ആർ ഹാപ്പിലി വർക്കിംഗ്. അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മറ്റ ആൾക്കാരനെ നമുക്ക് സപ്പോർട്ട് ഇപ്പോൾ ഫീസിബിളായിട്ട് എല്ലാവരുടെയും ബോബ്കാറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എർത്ത് ഫോഴ്സ് സീരീസ് വന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് മെഷീനുള്ള എവറിബഡി ഹാപ്പി ഓവർ ദേ. പിന്നെ ഇത് എർത്ത് ഫോഴ്സ് സീരീസ് നമ്മൾ എല്ലാവരും ഫീസിബിളായി ബോബ്കാറ്റിനൊന്ന് എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഐഫോൺ എല്ലാവരും മേടിക്കാൻ ആഗ്രഹിക്കും. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഐ കമ്പയർ ബോബ്കാറ്റ് വിത്ത് ഐഫോൺ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എഡിഷനാണ് എർത്ത് ഫോഴ്സ് സീരീസ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സ്കോൺ 2025 ശരിക്കും നല്ലൊരു പ്രസൻസ് തന്നെ നമ്മുടെ ബോബ്കാറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയധികം ആഡ് ഓൺ കുറേയധികം ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. നിങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.